അവൻ പറന്നു പോകും. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മരണം വരെ നീ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ്? ചതിയുടെയും വഞ്ചനയുടെയും കഥകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നതല്ലേ? അപ്പോൾ എന്നെ നിനക്ക് വിശ്വാസമില്ല എന്നാണോ? വിശ്വാസം? ട്രോയിലെ രാജകുമാരൻ പാരീസിന്റെയും ഹെലന്റെയും കഥ കേട്ടിട്ടില്ലേ? ചതിയിലൂടെ ഹെലനെ സ്വന്തമാക്കിയ പാരീസ് അവളുടെ ജീവിതം മാത്രമല്ല, ട്രോജൻ യുദ്ധത്തിലൂടെ എത്ര ആളുകളെയാണ് കണ്ണീരിൽ അഴ്ത്തിയത്. അപ്പോൾ ഞാൻ പാരീസിനെ പോലെ നിന്നെ ചതിക്കുമെന്നാണ് യൂറിഡിസി? നിന്റെ വാക്കുകൾ എന്നെ നിശബ്ദയാക്കുന്നു ഓഫ്യൂസ്. കാണുന്നതും കേൾക്കുന്നതും എന്നെ ഭയപ്പെടുത്തുന്നു. എന്തെല്ലാം വിശ്വസിക്കണമെന്ന് എനിക്കറിയാതെ പോകുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ ലയറിനെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു, ആരൊക്കെ എതിർത്താലും എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ഈ കൈകളിൽ നീ സുരക്ഷിതയായിരിക്കും. അലകടലിൻ്റെ നൊമ്പരങ്ങൾ വിരഹത്തിൻ കണ്ണിൽ കടത്തിൻ കടലിൽ അയ്യോ, ജീവനെ എങ്ങാണു ഇനി എന്നും കാണും വീണ്ടും വേഴാമ്പലായി കേഴുന്നു ഞാൻ, വേഴാമ്പലായി കേഴുന്നു ഞാൻ, പൊഴിയുന്നു മിഴിനീർ പൂക്കൾ എൻ ജീവനേ. എങ്ങാണു നീ തൻ്റെ പ്രിയപ്പെട്ടവളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഓഫ്യൂസ് തയ്യാറായില്ല. മരണാനന്തര ലോകത്തേക്ക് അവളെ വിട്ടുകളയാൻ എനിക്കാവില്ല ഹൈഡസ്. എനിക്കവളെ മനുഷ്യലോകത്തേക്ക് തിരിച്ചു കൊണ്ടുപോയേ പറ്റൂ. എന്റെ സംഗീതം പോലും എനിക്ക് നന്യമാണ്. ഒഫ്യൂസ്, മരണം അത് ആർക്കും സംഭവിച്ചേ പറ്റൂ. അതൊരു സത്യമാണ്. ഒരു മനുഷ്യന്റെ നശ്വരമായ സ്നേഹത്തിനു വേണ്ടി വിധി നിയമത്തെ ഞാൻ എന്തിനു തകർക്കണം? ലോകത്തിലെ ഏറ്റവും ശക്തവും അനശ്വരവുമായ ഒരു ശക്തിയാണ് യഥാർത്ഥ സ്നേഹം. അത്
അത് മരണത്തിനും അതീതമാണ്. എന്റെ ഹൃദയത്തിന്റെ സംഗീതം നിങ്ങൾ കേൾക്കുന്നില്ലേ? തിരയറിയില്ല, കരയറിയില്ല, അലകടലിൻ്റെ നൊമ്പരങ്ങൾ ഓ മഴ. ശരി ഒഫ്യൂസ്, നിനക്കവളെ തിരിച്ചു കൊണ്ടുപോകാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. മനുഷ്യലോകത്തിലെ പ്രകാശം കാണുന്നതുവരെ നീ അവളുടെ മുൻപിൽ നടക്കണം. ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കാൻ പാടില്ല. അങ്ങനെ നോക്കിയാൽ അവൾ എന്നേക്കുമായി മരണലോകത്തിന് സ്വന്തമാകും. ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല. ഓഫ്യൂസ്, അവളുടെ വിശ്വാസം എനിക്ക് കേൾക്കാം. അവൾ എന്റെ തൊട്ടു പിറകിലുണ്ട്. അവളുടെ സാന്നിധ്യം ഞാൻ അറിയുന്നു. പക്ഷേ എനിക്ക് നിന്നെ തിരിഞ്ഞു നോക്കാനാവില്ലല്ലോ യൂറിഡസേ. ഇത്രയും അടുത്ത് ഞാൻ ഉണ്ടായിട്ടും എന്നെ ഒന്ന് കാണണമെന്ന് തോന്നുന്നില്ല ഓഫ്യൂസ്. നോക്കൂ നോക്കൂ ഓഫ്യൂസ്, ഞാൻ എവിടെയുണ്ട്? ഒന്ന് നോക്കൂ. യൂറിഡസേ, നീയായിരുന്നു എന്റെ സംഗീതം. എല്ലാവരും വാനോളം പുകഴ്ത്തിയ എന്റെ ഗാനം എന്നേക്കുമായി ഞാൻ അവസാനിപ്പിക്കുന്നു. മരണം അത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സത്യമാണെന്ന് ഞാൻ അറിയുന്നു. നിശബ്ദമായ ഈ ലഹരിനെ ഞാനിവിടെ ഉപേക്ഷിക്കുന്നു. പ്രിയ യൂറിഡസേ, സംഗീതത്തിലൂടെ നീ എന്നും ജീവിക്കും. ഇന്ന് മുബാറക് ഇംഗ്ലീഷ് സ്കൂളിൻ്റെ 34-ാം വാർഷിക ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഓർഫ്യൂസിൻ്റെയും യൂറിഡസിയുടെയും കാലാതീതമായ പ്രണയകഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാം. യൂറിഡസിയോടുള്ള ഓർഫ്യൂസിൻ്റെ അചഞ്ചലമായ സ്നേഹം